കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ജനാധിപത്യത്തിന്റെ കറുത്ത ദിനമെന്ന് അജയ് മാക്കൻ. കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചു. ആദായനികുതി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നൽകിയ ചെക്കുകളൊന്നും ബാങ്ക് അനുവദിക്കുന്നില്ലെന്നും കോൺഗ്രസിനൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചുവെന്നും അജയ് മാക്കൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ലഭിച്ച പണമാണ് മരവിപ്പിച്ചത്. കോൺഗ്രസിന്റെ 4 അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. ആദായനികുതി അടയ്ക്കാൻ വൈകിയെന്ന പേരിലാണ് നടപടി. 45 ദിവസം വൈകിയെന്ന പേരിൽ 210 കോടി രൂപ പിഴയും ചുമത്തി. പാർട്ടി ഇൻകം ടാക്സ് അതോറിറ്റിയെ സമീപിച്ചതായി അജയ് മാക്കൻ അറിയിച്ചു. 210 കോടി രൂപയാണ് അക്കൗണ്ട് പുനഃസ്ഥാപിക്കുന്നതിനായി ഇൻകം ടാക്സ് ആവശ്യപ്പെട്ടതെന്നും അജയ് മാക്കൻ വ്യക്തമാക്കി. കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മാത്രമല്ല, രാജ്യത്തെ ജനാധിപത്യമാണ് ഇത്തരം നടപടികളിലൂടെ മരവിപ്പിക്കപ്പെടുന്നത്. ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയും മറ്റും സമാഹരിക്കപ്പെട്ട പണമാണ് അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പിലൂടെ സമാഹരിക്കപ്പെട്ട പണവും അക്കൗണ്ടിലുണ്ടായിരുന്നു. ഒറ്റ പാർട്ടിക്ക് മാത്രമാണോ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുവാദമുള്ളതെന്നും അജയ് മാക്കൻ ചോദിച്ചു. BJP ഭരണഘടനാ വിരുദ്ധമായി ഇലക്ട്രൽ ബോണ്ടിലൂടെ 6000 കോടി സമാഹരിച്ച ബാങ്ക് അക്കൗണ്ട് നിലനിൽക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെട്ടത്. നടപടിക്ക് രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും. ഇന്ത്യയുടെ ചരിത്രത്തിൽ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് ഇതാദ്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതെന്ന് ഓർക്കണം. കോടതിയെയും സമീപിക്കുന്നത് പരിഗണിക്കുന്നതായും അജയ് മാക്കൻ വിശദീകരിച്ചു.